ഹലോ നമസ്കാരം. ഇത് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് അങ്ങോട്ട് പറയാനുള്ളത്. എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ കുറേ പേര് എന്നോട് ഇപ്പോൾ എന്തായി, സിറ്റുവേഷൻ എന്താണ്, ഫസ്റ്റ് റിവ്യൂവിൻ്റെ കാര്യം എന്തായി, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വാട്സാപ്പിലും മെസ്സഞ്ചറിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒറ്റ മറുപടി ഞാൻ തരാം. അതുകൂടാണ്ട് എനിക്കൊരു പ്രത്യേക ടോപ്പിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരു അവയർനെസ് ആണ്, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അതാണ് ഞാൻ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാം. ഓക്കെയാണ്, എന്നെ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ കയ്യിലേക്ക് വൂണ്ട് ഫുള്ളായിട്ട് ഹീലായി. പിന്നെ ചുണ്ടിൽ ഞാൻ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഫസ്റ്റ് റിവ്യൂ ആയിരുന്നു. സർജറിയിലും പോയിരുന്നു, ഓർത്തോയിലും പോയിരുന്നു. സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ, അതായത് വേറൊരു പ്രത്യേകത. അപ്പം സർജറിയിൽ മെയിനായിട്ട് പോകുന്ന ഈ ചുണ്ടിൻ്റെ വായിലെ പ്രശ്നം കാണിക്കാനാണ്. അപ്പം ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നല്ല തടിച്ചിരിക്കുക ചുണ്ട്, താഴത്തെ ചുണ്ടും മേളത്തെ ചുണ്ടും കുറച്ച് തടിയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ മാസ്ക് വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ ഷേവ് ചെയ്തിട്ട് കുറേ നാളായിട്ടോ. വല്ലാത്തൊരു വികൃതമായ രൂപമാണ് ഫേസ്. അതിപ്പോൾ കാണിക്കാനൊരു വിഷമം, അല്ല ചുണ്ട് കാണിക്കാനുള്ളൊരു വിഷമം കൊണ്ടല്ല, അത് ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മാസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മാസം കൊണ്ട് ഇത് നോർമൽ ഇതിലേക്ക് വന്നില്ല എങ്കിൽ, ഇപ്പോൾ ആ ഷേപ്പ് വ്യത്യാസം മാറിയില്ല എങ്കിൽ ഒരു കറക്റ്റീവ് സർജറി കൂടെ ചുണ്ടിൽ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് സർജനെ ഒന്നും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തിപ്പോൾ ഓർത്തോയിലും പോയി കണ്ടായിരുന്നു. ഓർത്തോയിൽ സംബന്ധിച്ചാൽ ആ ഒരു ക്രീപ്പ് ബാൻഡേജ് ഇട്ടിരുന്നില്ലേ, അതങ്ങ് മാറ്റി ആ സർജറി ചെയ്ത ഭാഗം ഒന്ന് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു 20% ഇവിടെ ഒരു മൊബിലൈസർ വെച്ചിട്ടുണ്ട്. 20% നമ്മുടെ നീ ജോയിൻറ്റ് അല്ലെങ്കിൽ മുട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കാനും താഴ്ത്താനും പറഞ്ഞിട്ടുണ്ട് ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട്. അതിനി അടുത്തൊരു 4 വീക്സ് 4 ആഴ്ച കൂടി ഇങ്ങനെ തന്നെ ഇരിക്കണം. അത് കഴിഞ്ഞ് അടുത്ത റിവ്യൂ ആണ്. പിന്നെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് വെയിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പറയാമെന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതാണ് എൻ്റെ അസുഖത്തിൻ്റെ അപ്ഡേറ്റ്. ഞാൻ ഒരുവിധം നോർമലായി വരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൈറ്റിൽ കണ്ടതുപോലെ ഇൻഷുറൻസിൻ്റെ പ്രശ്നം തന്നെയാണ്. മുമ്പും എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഇൻഷുറൻസ് നിന്ന്. അത് മോൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ്. അപ്പോൾ അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജസും കമൻസും ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പറ്റിയിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ഇഷ്യൂ ആണ് എനിക്കുണ്ടായിരിക്കുന്നത്. അത് പലരും ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു ഇഷ്യൂ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആക്കി കാണിക്കാമെന്ന് വെച്ചത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണക്കാർക്ക് എപ്പോഴും മികച്ച ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആരും എന്ത് ചെറിയ അസുഖത്തിനും ഓടി വലിയ ഹോസ്പിറ്റലുകളിൽ പോകാനുള്ള കാരണവും ഈ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ എനിക്കും ആക്സിഡൻറ്റ് പറ്റി ഞങ്ങൾ ട്രിവാൻഡ്രത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക്, കിംസ് ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാം, കിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇത് പ്രശ്നമില്ല, ഇത് ക്യാഷ്ലെസ് ക്ലെയിം ഉള്ളതാണ്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 8 ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത്. ഇതിനിടയ്ക്കിടയ്ക്ക് മോൻ പോയിട്ട്, കാരണം മുമ്പൊരു പ്രശ്നം പറ്റിയത് കാരണം മോൻ പോയിട്ട് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ അപ്ഡേറ്റ്സ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു പ്രശ്നവും പറഞ്ഞില്ല, ഓക്കെയാണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്, ക്യാഷ്ലെസ് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ 8ാമത്തെ ദിവസം രാവിലെ ഡിസ്ചാർജിൻ്റെ ആ ദിവസം കിംസ് ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തന്നെ വിളിച്ച് പറഞ്ഞു ഇത് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടില്ല എന്നുള്ള കാര്യം. ശരിക്കും ഞങ്ങൾക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അനുസരിച്ച് 5 ലക്ഷത്തിൻ്റെ കവറേജ് എനിക്കുണ്ട്. അത് ക്യാഷ്ലെസ് ക്ലെയിം ഉള്ളതാണ്. ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ അവരുടെ ലിസ്റ്റിലുണ്ട് താനും. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ക്യാഷ്ലെസ് ക്ലെയിം കിട്ടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്തൊരു താരിഫിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. ഈ ഹോസ്പിറ്റലുകാരും അത് തന്നെ പറഞ്ഞു, ഒരു താരിഫിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. എന്ത് താരിഫാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കരാർ, ആ കരാർ ബ്രേക്കായതിനു ശേഷം അവർക്ക് ക്യാഷ്ലെസ് ക്ലെയിം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ ഇൻഷുറൻസ് കമ്പനിയോട് ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ട് ഇവർ അഡ്മിഷൻ ആയ സമയത്ത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ ആ കരാർ ലൈവായിരുന്നു, അല്ലെങ്കിൽ ഇത് ലൈവായിരുന്നു ഇവരുമായിട്ടുള്ള ബന്ധം. അതിനുശേഷം, അതായത് ഞാൻ അഡ്മിഷനായി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കാലാവധി കഴിയുന്നതും ഇത് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ അവർ ഇൻഷുറൻസ് കമ്പനി, ഏത് കമ്പനിയാണ് ഞാൻ പറഞ്ഞത്, കാരണം ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ കുഴപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് എന്താ വെച്ചാൽ അവർ ഈ കരാർ ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിൽ, കിംസ് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഏതെങ്കിലും പേഷ്യൻസ് അഡ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ അഡ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞു, ആരും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഈ ക്യാഷ്ലെസ് ക്ലെയിം റിജക്റ്റായത്. അവിടെ നിന്ന് റിജക്റ്റായി വന്നു. അപ്പോൾ ഇവർ കുറേ ട്രൈ ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും ഡിസ്ചാർജിൻ്റെ അന്നാണ് ഇത് അറിയുന്നതെന്ന് ഓർക്കണേ. അപ്പം നമ്മൾ പോയി പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, വേറൊരു മാർഗ്ഗവുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞു അന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം ബില്ല്
ബില്ല് എമൗണ്ട് നോക്കുമ്പോൾ 4,15 ലക്ഷം രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4,15 ലക്ഷം രൂപ ഒറ്റയടിക്ക് അടയ്ക്കുക എന്ന് വെച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ച് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അന്ന് കുറേ ബുദ്ധിമുട്ടി, പെട്ടെന്ന് അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കുറേ ബുദ്ധിമുട്ടി അന്ന് വൈകുന്നേരം തന്നെ 4,15 ലക്ഷം രൂപ അവിടെ അടച്ചിട്ടാണ് അന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. നമ്മൾ ഈ അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റലും ഈ ഇൻഷുറൻസ് കമ്പനിയും അവർ തമ്മിൽ ഡയറക്റ്റാണ് ഈ ട്രാൻസാക്ഷൻ എങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഇറങ്ങി പോരാം കൂളായിട്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരുപാടാണ്. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് അവർ പോരാന്ന് പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ കുറേ ചെയ്തു. ഇപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ അവിടെ ഈ പർട്ടിക്കുലർ കമ്പനിയിൽ ക്ലെയിം സബ്മിറ്റ് ചെയ്തിട്ട് ഒരു 10-12 ദിവസമായി, 14 ദിവസമായി. 14 ദിവസമായിട്ട് ഇന്ന് അവിടെ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വിളിച്ചിട്ട് പറയുകയാണ് ഇനി ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ കൂടെ വേണ്ടി വരും, ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക. അങ്ങനെ കുറേ നൂലാമാലകൾ. അപ്പോൾ നാളെ എന്തായാലും ഫിസിക്കൽ വെരിഫിക്കേഷൻ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് ചിലപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. നിങ്ങളിതിൽ കോഷ്യസ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ആ സമയത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആകുന്നു പിന്നെ ചിന്തിക്കുക. പക്ഷേ ഇത് ക്യാഷ്ലെസ് ക്ലെയിം ഉണ്ട് എന്ന് ലാസ്റ്റ് വരെയും അവർ പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രശ്നം വന്നുകൊണ്ടാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കെന്തായാലും അപ്പോൾ സഹായിക്കാൻ അടുത്ത് ആളുണ്ടായിരുന്നത് കാരണം അത്രയും തന്നെ എമൗണ്ട് അടച്ചിട്ട് ഇറങ്ങാൻ പറ്റി, അല്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടായതിനെ. അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കും, ചിലപ്പോൾ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കഴിയുമ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാവുന്ന അവസ്ഥയാവും. അപ്പം കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.